മക്കൾ പണം തുടവും മാട്ട തൊട്ടവരെ വിടവും മാട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ജോസഫ് വിജയ് അധികാരത്തിലേക്ക് വന്നത്. മക്കൾ പണം തൊടുകയോ മറ്റാരെങ്കിലും തൊട്ടു എന്നതല്ല ഇന്നത്തെ വാർത്ത നിയമനവുമായി ബന്ധപ്പെട്ടാണ്. വിജയ്ക്ക് വേണ്ടപ്പെട്ടവരെ പല സ്ഥാനങ്ങളിൽ വിജയ് കയറ്റിയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്. നമ്മളിവിടെ കേരളത്തിൽ ബന്ധു നിയമനമൊക്കെ ചർച്ച ചെയ്യുന്ന പോലെയാണ്. അവിടെ ബന്ധുക്കളല്ല, പക്ഷെ സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. അവരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വിജയ് അധികാരത്തിലെത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിവാദമെന്ന് പറയുന്നത് റിക്കി പണ്ഡിറ്റിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ജോത്സ്യനാണ്, വിജയ് അധികാരത്തിലേക്ക് വരുമെന്ന് പ്രവചിച്ച വ്യക്തിയാണ്. അതിൻ്റെ പാരിതോഷികമായിട്ട് വിജയ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നൊരു പോസ്റ്റിൽ റിക്കി പണ്ഡിറ്റിനെ ഇരുത്താനായി ശ്രമിച്ചു. പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ അതിനെ എതിർത്ത പശ്ചാത്തലത്തിൽ പിന്നീട് അത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. വലിയ വിമർശനത്തിനുൾപ്പെടെ അത് കാരണമാവുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് വന്നതിന് പിന്നാലെ ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. പിന്നെ വിജയ് ചെയ്തത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ജനനായകൻ സിനിമയുടെ നിർമ്മാതാവിൻ്റെ ഡൽഹി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് വെങ്കട് കെ നാരായണയെ തമിഴ്നാട് സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടാണ് വിജയ് പിന്നീട് നിയമിക്കുന്നത്. അതായത് ഈ വെങ്കട് കെ നാരായണ തമിഴ്നാടുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. വെങ്കട് കെ നാരായണ ഒരു കർണാടകക്കാരനാണ്. അതുകൊണ്ട് ഇത്രയും സുപ്രധാന പദവിയിൽ കൊണ്ട് നിയമിക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തിരുന്നെങ്കിൽ പോലും ഇപ്പോഴും വെങ്കട് കെ നാരായണ ആ സ്ഥാനത്തിരിക്കുകയാണ്. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. വെങ്കട് കെ നാരായണ ആരാണ്? KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവ്, ജനനായകൻ്റെ നിർമ്മാതാവ്. ജനനായകൻ എങ്ങനെയാണ് ഫേമസ് ആകുന്നത്? ചിത്രം പറഞ്ഞ റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല ഡ്യൂ ടു സെൻസർ ഇഷ്യൂസ്. അത് കഴിഞ്ഞതിൻ്റെ 1.5 കോടിയിലധികം ആളുകൾ കണ്ട ലീക്ഡ് പ്രിൻറ്റ്. അത് കഴിഞ്ഞിട്ട് തിയേറ്ററുകളിലേക്ക് വന്ന സിനിമ വിച്ച് കളക്റ്റഡ് 350 crores ഇൻ ബോക്സ് ഓഫീസ്. അങ്ങനെ ഈ കഴിഞ്ഞ 7 മാസത്തിനിടയിൽ വെങ്കട് കെ നാരായണ പൊക്കോണ്ടിരുന്ന മാനസിക സമ്മർദ്ദത്തിനിടയിലാണ് വിജയ് ആശ്വാസം എന്നോണം വെങ്കട് കെ നാരായണയ്ക്ക് ഇത്രയും വലിയൊരു പോസ്റ്റ് കൊടുക്കുന്നത്. മറ്റൊന്ന്, ജഗദീഷ് പളനിസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളും കാര്യങ്ങളുമാണ്. ജഗദീഷ് പളനിസ്വാമി എന്ന് പറയുന്നത് വിജയുടെ വർഷങ്ങളായി നിൽക്കുന്ന സഹപ്രവർത്തകൻ, മാനേജർ എന്നുവരെ വിളിക്കാം. ആ മാനേജർക്ക് രാഷ്ട്രീയമായൊരു പദവി കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയാണ് ജഗദീഷ് പളനിസ്വാമിയെ. ജഗദീഷ് പളനിസ്വാമിയെ നിയമിക്കുന്നതോടുകൂടി ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നല്ലാതെ പ്രൊഫഷണൽ ലൈഫിലേക്ക് രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി നിൽക്കുന്ന വിജയ്ക്ക് അവിടെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമനം കൊടുക്കുകയും ചെയ്തു. പിന്നീട് വന്നത് മനോജ് പരമഹംസയാണ്. മനോജ് പരമഹംസ മലയാളികൾക്കും സുപരിചിതനാണ്. ലിജോ ജോസ് പിലിശ്ശേരിയുടെ ആദ്യ ചിത്രമായ നായകൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത് മനോജ് പരമഹംസയാണ്. മനോജ് പരമഹംസയെ MGR ഗവൺമെൻറ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായി നിയമിച്ചതും ഇതിന് പിന്നാലെയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളായിട്ടാണ് അർച്ചന കൽപ്പാത്തിയുടെ നിയമനവും ഇപ്പോൾ വരുന്നത്. AGS എൻ്റർടൈൻമെൻറ്റ്സ് വിജയുടെ 2 ചിത്രങ്ങൾ നിർമ്മിച്ച നിർമ്മാണ കമ്പനിയാണ്. അർച്ചന കൽപ്പാത്തി ആവട്ടെ വിജയുമായും തൃഷയുമായും നല്ല ബന്ധത്തിൽ നിൽക്കുകയാണ്. ഈ വിജയുടെയും തൃഷയും കൂടി ഒരുമിച്ച് ഒരു വേദിയിലേക്ക് എത്തിയത് ഇതേ അഘോരം ഗ്രൂപ്പ് AGSൻ്റെ ബ്രദറിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് വിജയും തൃഷയും ഒരു പബ്ലിക് ഫംഗ്ഷനിലേക്ക് ഒരുമിച്ചെത്തുന്നത്. ഏത്? ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത നൽകിയ ഡിവോഴ്സ് പെറ്റീഷന് ശേഷം വിജയും തൃഷയും കൂടി ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന വേദി ഈ പറയുന്ന വേദിയാണ്. അതായത് ഈ അഘോരം എൻ്റർടൈൻമെൻറ്റ്സ്, AGS എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ അർച്ചന കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിലാണ്, ഒരു വിവാഹ ചടങ്ങിലാണ് എത്തുന്നത്. അങ്ങനെ അർച്ചന കൽപ്പാത്തിയാണ് ഇപ്പോൾ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റിൻ്റെ വകുപ്പിൽ നിയമനം നൽകിയതും വിവാദത്തിലായിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ബന്ധു നിയമനം എന്ന് പറയുന്ന പോലെയാണ് വിജയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിയമനങ്ങൾ നടത്തുന്നത്. മക്കൾ പൈസ തൊടില്ല എന്ന് പറയുന്ന വിജയ് മക്കൾ പൈസ തൊട്ടതായിട്ട് ഇതുവരെയുള്ള രേഖകളൊന്നുമില്ലെങ്കിൽ പോലും തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ അതത് സ്ഥാനത്തിൽ, അതും വലിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തിക്കൊണ്ട് അവരെ ഫേവറബിൾ ആവുന്ന രീതിയിൽ ഇപ്പോൾ വിജയ് അധികാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ക്ലാരിറ്റി ഒന്നും തന്നെയില്ല. ആദ്യം തന്നെ റിക്കി പണ്ഡിറ്റിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനം റദ്ദാക്കിയെങ്കിൽ പോലും പിന്നാലെ തുടർച്ചയായി നടത്തുന്ന ഈ നിയമനങ്ങൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ മാറുന്നു. എതിർത്താൽ പോലും ആ നിയമനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വിജയ് സർക്കാർ നീങ്ങുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ. റയൽ ചാറ്റ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നാളെ പുതിയ വാർത്തകൾ, വിശേഷങ്ങളുമായി കാണാം. ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.